अमरलाल आ गया है। सेठ എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് പുറത്തു പോകാൻ. അനാവശ്യം പറയരുത്. ഞാൻ ഇപ്പോഴെല്ലാം നിർത്തി. ഇനി ഇങ്ങോട്ട് വരരുത്. तुम क्या बोल रहे हो? तुम्हारे लिए 70 रुपये तक फर्नीचर है। 70 रुपया का माल मेरा अंदर है। पीटर को किक करता है, लेकिन अब सब कुछ उधर गया। मालूम सेठ തന്നോട് എനിക്ക് പോരാ പറഞ്ഞത്. एല്ലാം നിർത്തി പറഞ്ഞു. तूने कैसा मालूम है? 70 रुपये का माल मेरा अंदर है। 70 रुपया तक मेरा अंदर है. ഇനി കച്ചവടം ഇല്ലെന്നോ പുറത്ത് ബോർഡ് വെക്കാൻ ഇപ്പോ ഒന്ന് പോണ ചേട്ടേ. मालूम मालूम तुम्हारे लिए पति मेरे ताला मुठो पड़ा। पति मेरे आदि पड़ा। പുറത്തൊരു കിണറുണ്ട്, അതിപ്പോയി ചാട്. तुम आज क्यों ऐसा बोलती हो? मैं तेरे पाँव पकड़ता हूँ। 70 रुपये का माल मेरा अंदर है. तेरे बिना मैं जी नहीं सकता. कृपा करो मालू, कृपा करो मालू. नी एने पो पड़ा ना नी पो चालू तुमने चालू मालू. मेरी जान, मेरी जान. अरे आंजनेय, तुम कौन है? पानी शादी हो गया क्या? कल्याण कल्याण. हाँ कड़ियाँ बोलो. ठीक है. अरे भाई, अरे ഇവിടെ ഞങ്ങൾക്ക് വിട്ടുതരൂ. നിങ്ങൾ നാട് നന്നാക്കാൻ വേറെ സ്ഥലം നോക്കും. बोलो बोलो मैं एक वेश्यावतन हूँ. अरे अरे तुम क्या करते? 70 रुपये माल मेरा अंदर है. വേഗം വേഗം കാണിച്ചിരാം വേഗം. ആ വരുന്നതാണ് കടയ്ക്കാവൂർ രാമൻ. നിനക്ക് എന്തറിയാമോ ആ ശ്രീധരൻ നായരെ പറ്റി? അയാൾ മഹാദുഷ്ടനാ. എത്ര കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുള്ളതാണെന്നറിയാമോ? നീ ആ ശ്രീധരൻ നായർക്കെതിരായി സാക്ഷി പറയരുത്. ഞാൻ പറയും. അയാൾ ആ പാവപ്പെട്ട തൊഴിലാളിയെ തന്റെ കൂട്ടുകാരുമൊത്ത് തല്ലിക്കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ നീ പറയും അല്ലേടാ? ഞാൻ പറയും. എനിക്ക് എന്ത് വന്നാലും ഞാൻ പറയും. അടിക്കില്ലേ, ഞങ്ങൾ ഉപദ്രവിക്കില്ലേ? അയ്യോ അമ്മ. ₹70 का माल अंदर है. അത് കണ്ടോ, അയാളെ പാവങ്ങളായിട്ട് ഉപദ്രവിക്കുന്നു. ഇയാളെ ഉപദ്രവിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞു കേൾക്കും. മനുഷ്യവേദന എന്തെന്നറിയാവുന്ന കാലത്ത് ഞാനും ഇതൊക്കെ ചെയ്തതാണ്.
പേടിയില്ല, ആരും ഉപദ്രവിക്കില്ല. എനിക്ക് ഓർറാ. നിന്നെ ഇവിടെ കാണാൻ കണ്ടുപോയാൽ നിന്റെ എല്ല് ഞാൻ ബാക്കി വെക്കില്ല. ഒന്നുമില്ല. എന്റെ ഭർത്താവിന് ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദി സാറേ. ഗോപി, ഗോപി, ഒന്ന് നിന്ന് പറയട്ടെ. എന്താ മണി, ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? മഹാ മോശമാ ഗോപി. ചുമ്മാ ഇരി. ഏത് ബിസിനസ് മോശമാണെങ്കിലും തന്റെ ബിസിനസ് മോശമാവാൻ വഴിയില്ലല്ലോ. എന്നാൽ അങ്ങനെയല്ല ഗോപി, ബിസിനസ് അല്പം മോശമാണ്. എന്ത് പറ്റി? പുതിയ ചരക്കൊന്നും വന്നില്ലേ? ഉണ്ടായിരുന്ന പഴയ ചരക്കിൽ ഒന്ന് കൈവിട്ട് പോയില്ലേ? ഏത്? നമ്മുടെ മാലതിയെ. നമ്മുടെ പഴയ ചരക്ക്? അതെന്നെ. തന്റെ ചേട്ടൻ വേലു അവളെ പെർമനന്റ് കീപ്പാക്കാൻ പോകുന്നു. അവിടെ ഇനി ആരും അടുക്കാൻ പാടില്ല പോലും. അടുക്കാൻ അവൻ സമ്മതിക്കുകയില്ല. ആ കള ഞാൻ പോകുന്നു. എന്താ പറഞ്ഞത്? സുഖമാണ്. ഒന്നുമില്ല, 2 സാരിയും കുറച്ച് ഓറഞ്ച് ഒക്കെയാണ്. നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. എന്താടി, എന്നെ പരിചയമില്ലാത്തത് പോലെ? അതോ ഓർമ്മയില്ലാന്ന് അഭിനയിക്കാം? ഇതേ മതിൽക്കെട്ടിനുള്ളിൽ, ഇതേ കട്ടിൽ. പക്ഷേ അന്ന് ഞാൻ ഇവിടെ കൂടെ കൂടെ വരുമായിരുന്നു. അതിനിപ്പോ എന്ത് വേണം? നിന്നെ വേണം. എന്റെ വീട്ടിലും കട്ടിലുണ്ട്, എന്റെ വീട്ടിലും മെത്തയുണ്ട്, എന്റെ വീട്ടിൽ ഞാനുമുണ്ട്. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഓഹോ, പുടവ തന്ന് എന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. നാണോ ഇല്ലല്ലോ തനിക്ക്? ശീലാവധി ചമയുകയാണോ? എല്ലാ സൗകര്യങ്ങളും തരാം. തനിച്ച് താമസിക്കാൻ ഒരു വീടും തരാം. ഗോപിയുടെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസ് എന്താണെന്ന് നിനക്കറിയാം. എത്രയോ സ്ത്രീകൾ ഈ സ്ഥാനത്തിന് വേണ്ടി എന്റെ പുറകെ നടക്കുക. എന്തു പറയുന്നു? ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനിപ്പോ പഴയ മാലതിയല്ല. നല്ലൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന എന്നെ എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നു? ഈ കാര്യം വേലുച്ചേട്ടൻ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടില്ല. വേലു? ഞാൻ അറിയാത്തൊരു വേലു പുതിയ ഉദ്യോഗം കൊടുത്തിരിക്കുകയാണ്. ഭർത്താവ് ഉദ്യോഗം. എന്ത് ശമ്പളം കൊടുക്കുന്നുണ്ട്? ഭാഗ്യദേവത നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഇതുപോലൊരു അവസരം ഞാൻ തരുമെന്ന് വിചാരിക്കരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ബഹളം വെച്ച് ആളുകളെ കൂട്ടും. ബഹളം വെക്കും. എങ്കിലും ഒന്ന് കാണട്ടെ. മാലതി മാലതി തന്നെയാണ്.